അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഔഷാദ് ബാക്കവി. എൻ്റെ പ്രസംഗത്തിൻ്റെ സ്പെഷ്യൽ പേജിലൂടെ ഞാൻ പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരുപാട് നാളുകളായി പ്രസംഗത്തിന് പറ്റുന്ന കൈപ്പറ്റുന്ന തുകയെ സംബന്ധിച്ചൊരു വലിയ വിവാദം ഈ വിനീതിനെ സംബന്ധിച്ച് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഒന്നിനും മറുപടി പറയാതെ സഹിച്ച് ക്ഷമിച്ച് മാറി നിൽക്കുമ്പോൾ മഹർ എന്ന് പറയുന്ന സംഘടന, കാസർഗോഡ് ജില്ലയിലെ മഹർ എന്ന് പറയുന്ന സംഘടന ഈ വിനീതിനെ പ്രസംഗത്തിന് വിളിക്കുകയും ആ പ്രസംഗത്തിന് 50,000 രൂപ ഞാൻ കൈപ്പറ്റുകയും ചെയ്തു എന്ന് പറയുന്നത് തീർത്തും അത് കള്ളത്തരമാണ്. അത് തന്ന സംഘാടകരോട് വ്യക്തമായി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഒരിക്കലും നൗഷാദ് ബാക്കവി അവരിൽ നിന്ന് ആ പറഞ്ഞ കാശ് വാങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മാത്രം പറയുന്ന സംഘാടകർക്ക് ഇനിയും പ്രോഗ്രാം നടത്താൻ തൗഫീഖ് കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഞാൻ മഹർ 2015 കൺവീനർ ജംഷീദ് അദ്ദ എന്നവരാണ് സംസാരിക്കുന്നത്. നൗഷാദ് ബാക്കവി ഉസ്താദിനോട് ഞങ്ങൾക്ക് ഇപ്പോഴും ബഹുമാനം തന്നെയാണ്. ഞങ്ങൾ ഉസ്താദിനെ അധിക്ഷേപിക്കുന്നുമില്ല, ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഇല്ല. ഉസ്താദ് ഞങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. കണക്ക് പുറത്തുവിട്ടത് എന്ന് വെച്ചാൽ ഞങ്ങൾ പല ആളുകളെ കയ്യിൽ നിന്നും ശേഖരിച്ചിട്ടാണ്, സ്വരൂപിച്ചിട്ടാണ് ഈ സംരംഭം ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളത്. അത് ജനങ്ങൾക്ക് മൊത്തം അറിയിക്കണം എന്നുള്ള ഒരു ബാധ്യത ഞങ്ങളെ കയ്യിലുണ്ട്. ആരൊക്കെ എത്ര പൈസ തന്നു, എവിടുന്നൊക്കെ ഞങ്ങൾക്ക് കളക്ഷൻ വന്നു, എത്ര പൈസ വന്നു, എത്ര പൈസ ചെലവായി എന്നുള്ള കാണിക്കേണ്ട ബാധ്യത ഞങ്ങളെ കമ്മിറ്റിക്ക് ബാധ്യതയാണ്, ഞങ്ങളെ കമ്മിറ്റിയുടെ ബാധ്യതയാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു ബ്രോഷർ ഉണ്ടാക്കിയിട്ട് പുറത്തുവിട്ടത്. അത് ഉസ്താദിന് വിഷമമാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. അതുപോലെ ഉസ്താദ് ഈ നിഷേധിക്കുന്നില്ലേ ഞാൻ പൈസ അത്ര വാങ്ങിയിട്ടില്ല, അതിനുള്ള തെളിവൊക്കെ ഞങ്ങളെ കയ്യിലുണ്ട്. അത് വാങ്ങി ഞങ്ങളാണ് കമ്മിറ്റിക്കാരാണ് കൊടുത്തത്. അത് എത്ര പൈസ വാങ്ങി, 50,000 രൂപ ഉസ്താദിനും 20,000 രൂപ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ആയിട്ട് ഉസ്താദ് അതിന്റെ തെളിവ് അതിന്റെ ലെഡ്ജറിലൊക്കെ നമ്മളെ ഒരു കമ്മിറ്റി തമാശ പോലെ ഇങ്ങനെ എടുത്ത കമ്മിറ്റി അല്ലല്ലോ, അതിനുള്ള ഉത്തരവാദിത്തമുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. അത് അതിനുള്ള രേഖകളൊക്കെ ഉണ്ട് ഞങ്ങളെ കയ്യിൽ. ആര് വന്നെങ്കിലും ജനങ്ങൾ വന്നെങ്കിൽ ഞങ്ങൾ അത് കാണിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിൽ വന്നത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ 3 പ്രാവശ്യമായി മഹർ നടക്കുന്നത്. ഈ 3 പ്രാവശ്യം ഈ മഹറിന്റെ ഭാഗമായിട്ട് ഞാനുണ്ട്. ഉസ്താദ് 2012 ഇതേ എമൗണ്ട് വാങ്ങിച്ചിരുന്നു, അത് ഞങ്ങൾ കൊടുത്തിരുന്നു. പിന്നെ അത് ഉസ്താദ് ഞങ്ങൾ കമ്മിറ്റിക്കാർ അതിന്റെ ചെയർമാനായിട്ട് ആളുണ്ട്, കൺവീനർ ആയിട്ടുണ്ട്, വൈസ് ചെയർമാൻ ആയിട്ടുണ്ട്, വൈസ് കൺവീനർ ആയിട്ട് ആൾക്കാരുണ്ട്, ട്രഷറർ ഉണ്ട്. അതുപോലെ എത്രയോ ആൾക്കാർ ഞങ്ങളെ കമ്മിറ്റി ഉണ്ട്. 2015 15 പേരോ 20 പേരോ എന്തോ ഉള്ള കമ്മിറ്റി ഉണ്ട്. ഞങ്ങളെ കമ്മിറ്റി മുഴുവൻ ആൾക്കാരും പരിശുദ്ധമായ ഖുർആനെ സാക്ഷി നിർത്തി സത്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ എല്ലാവരും ഈ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആൾക്കാരും ഈ ഉസ്താദിന് ഇത്ര പൈസ കൊടുത്തു എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആന് സത്യം ചെയ്യാൻ ഞങ്ങൾ കമ്മിറ്റിക്കാർ തയ്യാറാണ്. അതുപോലെ തന്നെ ഉസ്താദ് ഇത്ര പൈസ ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനെ പിടിച്ച് സത്യം ചെയ്യാൻ നൗഷാദ് ബാക്കവി ഉസ്താദ് തയ്യാറാണോ?